தலைவியா என்ன ஈ நேரத்துங்க? എന്താ ഇത്? ഒരു ദേവി ഇന്നൊരു തലവി. ഓ, നീ ഇത്രയും നാള് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കൊക്കെ കൂലിയായിട്ടാ ഇവിടെ നിന്നെ കൊല്ലാൻ വന്നത്. ചാകാൻ പോകുമ്പോഴേ രക്ഷിക്കാൻ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിത്തരമ്മയുടെ വിളിക്കുന്നേ. ഹലോ. ഹലോ കൃഷ്ണ, ഗാഥ അങ്ങോട്ട് വന്നായിരുന്നോ? ഗാഥ എന്റെ അടുത്തുണ്ട് മാഡം. ഗാഥ എന്നെ തെറ്റിദ്ധരിച്ചാ വന്നേ. കൃഷ്ണ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് ഗാഥ എന്റെ അടുത്ത് എത്തണം. എവിടെയാവള്? ഫോണിൽ. മാഡം, ഞാൻ മോളിക്കുട്ടിയാ. മാഡത്തിന്റെ മോളെ ഇങ്ങോട്ട് വെറുതെ വന്നതല്ല. അവളെ കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചു. ഈ നാട്ടില് വന്ന് കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചിട്ടേ മാഡത്തിന്റെ മോളെ ഞങ്ങൾ വെറുതെ വിടണോ? മോളിക്കുട്ടി പ്ലീസ്, ഗാഥയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. മമ്മി. മോളെ മോളെ എത്രയും പെട്ടെന്ന് മോള് തിരിച്ച് മമ്മിയുടെ അടുത്തേക്ക് വാ. നീ വന്നില്ലെങ്കിൽ പിന്നെ നീ അന്വേഷിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ ജീവനോടെ കാണില്ല. മമ്മി, നിന്നോടല്ലേ പറഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ? ഉടനെ വന്നേ പറ്റൂ. ശരി. ഞാൻ തോറ്റുപോയി എന്ന് നീ കരുതണ്ട. എന്റെ പൊന്നു മോളെ, മനുഷ്യരായാലേ അല്പം നാണം വേണം. താഴേക്ക് വീണ വീഴ്ചയിലേ അവിടെ കിടന്നോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിലേ 4-5 ദിവസം കഴിഞ്ഞ് അഴുകി പുഴുത്തിട്ടേ പുറത്തെടുക്കുമായിരുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിലും ജീവൻ രക്ഷിച്ചതല്ലേ ഇവള്. അതിന്റെ നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോ. നീ ചെയ്തതിനൊക്കെയുള്ള കൂലിയെ ഞാൻ തരാം. ഗാഥ കണക്കുകൂട്ടി വെച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. വരട്ടെടി. தலைவி வணக்கம். தலைவியா என்ன ஈ நேரத்துங்க? എന്താ ഇത്? ഒരു ദേവി ഇന്നൊരു തലവി. ഓ, ഞാൻ കണ്ടു. എൻ തലവിയുടെ വിശ്വരൂപം ഞാൻ കണ്ടു. നീങ്ക വെറും പിറവിയല്ലേ. നീങ്ക കടവുൾതാൻ. നീങ്ക കടവുൾതാൻ. നീങ്ക കടവുൾതാൻ അമ്മാ. അയ്യോ, അയാള് നല്ല വെള്ളമാടി. എന്നാലും ഇയാൾ ഇവിടെ കിടന്ന കുഴപ്പമാവുമല്ലോ. ഇന്നലെ അയാൾ എവിടെ കിടന്നതെന്ന് നിനക്കറിയോ? അത് അയാൾക്ക് പോലും അറിയത്തില്ല. ഇവിടെ നല്ല എവിടെ കിടന്നാലും അയാൾ ജീവനോടെ തിരിച്ചു പൊയ്ക്കോളും. ഇപ്പൊ വിളിച്ചുണർത്തിയ ആ ഉദയന നിർമ്മലയൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ ഗാഥ 1 അല്ല 2 ഉണ്ടെന്ന് ഈ ആളും പറഞ്ഞു നടക്കും.
പക്ഷേ ഇയാള് കണ്ടല്ലോ. എടി ഇയാളെ പോലൊരു കള്ളുകൂടിയാൻ പറഞ്ഞാ ആര് വിശ്വസിക്കാനാ? നമുക്ക് പോവാം, വാ. അങ്ങു പറഞ്ഞതുപോലെ വിഷുവിന്റെ നാഗപൂജ പൂർത്തിയാക്കാൻ എത്തിയത് കൃഷ്ണ തന്നെയായിരുന്നു. എല്ലാ ചടങ്ങുകൾക്കും ശേഷം കൃഷ്ണ തിരിച്ചുപോയി. കൃഷ്ണ പോയതിനു ശേഷം നവീനും ഗാഥയും തമ്മില് വീണ്ടും പിണക്കം ഉണ്ടായി. ഗാഥ ഇപ്പൊ കളരിക്കലില്ല. ചേരേണ്ടവർ തമ്മിലേ ചേരൂ സരസ്വതി അമ്മേ, അതിൽ മാറ്റമില്ല. ഇടയിൽ എന്തൊക്കെ സംഭവിച്ചാലും കൃഷ്ണയും നവീനും ഒന്നിച്ച് ജീവിക്കുന്ന ലക്ഷണം പറയുന്നേ. അത് ഉടനെ ഉണ്ടാകൂ തിരുമേനി? അത് പ്രവചിക്കാനാവില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. നവീനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. സീതാദേവിയെ പിരിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീരാമന്റെ ഹൃദയത്തിലും വേദന ഉണ്ടായിട്ടില്ലേ? സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞ് രണ്ടു ഭാഗങ്ങളിലായാലും വിഷമമുണ്ടാവും. പക്ഷേ കാലം അതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ടാവും. അവര് തമ്മിൽ കൂടിച്ചേരുമ്പോഴേക്കും അവരുടെ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരുടെയും സങ്കടം അതോടെ മാറും. നടന്നോളൂ. ഇത്ര നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ സിനി. ഗാഥ മാഡത്തിന്റെ ഫോൺ ഇതുവരെ ഓൺ ആയിട്ടില്ല. ഇപ്പൊ കൂടി വിളിച്ചതല്ലേ? ഞാനൊന്ന് കൃഷ്ണയെ വിളിക്കട്ടെ. ഹലോ മാഡം. കൃഷ്ണ, ഗാഥ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഗാഥ അപ്പൊ തന്നെ ഇവിടുന്ന് വിട്ടതാണല്ലോ. ചങ്ങാതിക്കടവ് കഴിയുന്നത് വരെ ഞാനും മോളിക്കുട്ടിയും ഗാഥയുടെ പിറകെ ഓട്ടോയിലുണ്ടായിരുന്നല്ലോ. ഗാഥ അങ്ങോട്ട് എത്തേണ്ട സമയമായി മാഡം. മോൾ എത്തിയിട്ടില്ല ഇതുവരെ. ശരി മാഡം, ടെൻഷൻ ആവണ്ട. എനിക്കൊരു സ്വസ്ഥതയില്ല കൃഷ്ണ. ഞാനവളെ കാത്തിരിക്കുക ഈ നേരം വരെ. ഗാഥ ഇപ്പൊ എത്തും മാഡം. എത്തിയ എന്നൊന്ന് വിളിക്കണം കേട്ടോ. ഞാൻ അന്വേഷിക്കണമെങ്കിൽ മാഡം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. അവൾ അവിടെ നിന്ന് അപ്പം തന്നെ പോകുന്നതാണ് സിനി. ഗ്രാമം കടക്കോളം കൃഷ്ണ അവിടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ഉറക്കം വന്നിട്ട് വഴിയിലെങ്ങനെ നിർത്തിയിട്ടുണ്ടാവോ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും മാം. കുറച്ചു നേരം കൂടെ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. ശരി മാം. അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം മോളെ. അയ്യോ ദുബായ് മാമ, അക്കാര്യം മാത്രം ഇവളോട് പറയല്ലേ. ഇവള് മുമ്പ് ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാലേ ഇവള് നമുക്ക് നേരെ ചാടും. പിന്നെ ചാടാതെ. എനിക്കെപ്പോഴും എല്ലാവരുടെ കൂട്ടത്തിൽ നിൽക്കാനല്ലേ ഇഷ്ടം. എനിക്കെന്തേലും പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച പിന്നെ എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമോ? മോളെ,